ഇന്നതും ഇതാക്കുന്നെല്ലാം ഭയങ്കര ഓരെന്തായാലും എന്റെ ലൈഫില് ഒന്നും ചെയ്തുതരാൻ പോകുന്നില്ല. എനിക്ക് നിന്നെ ലൈക്ക് അയക്കുന്നു. എനിക്ക് നിന്നെന്നല്ല നുജു നിന്നെ ഭയങ്കര ലൈക്കാണെന്ന് ശേഷം അഭിച്ച നോട്ടാക്കി വെച്ച കൊടുക്കണം. പിന്നെ 101 പോകണോ? ഒരു 6-7 വർഷം മുന്നേ ഇന്നെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഞാൻ ഇങ്ങനെ റീച്ച് കിട്ടാൻ വേണ്ടിട്ട് അതല്ല ഞാൻ ആബിച്ചന്റെ സെക്കൻഡ് മാരേജ് ആണോന്ന് ഏജ് നോക്കുമ്പോ എന്നെക്കാളും ചിലപ്പോ തേങ്ങ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെർ ഈസ് നെജോബി. നമ്മളെ ആരും ചെയ്യാത്ത ഒരു സെഷനായിട്ടാണ് വന്നിട്ട് നമ്മൾ Q&A ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നുള്ളത്. കുറേ ആയിട്ട് നമ്മൾ വിചാരിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ഇങ്ങനെ ഓരോ പറഞ്ഞോ കുറേ ആയിട്ട് നമ്മൾ എന്ത് സ്റ്റോറി ഇട്ട് കഴിഞ്ഞാലും ഇങ്ങനെ ഓരോന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ ഓക്കെ നമുക്കൊരു Q&A പ്ലാൻ ചെയ്യാം. അപ്പോൾ നമ്മൾ അഭിഷ പറ Q&A പ്ലാൻ ചെയ്യാം. ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ പറയാണോ, നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ പറയാണോ? അല്ല അതിലൊരു എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ പറയാം. ലവ് സ്റ്റോറി പറയോ? രണ്ടാമത്തെ ചോദ്യം ആരാ പ്രപ്പോസ് ചെയ്തത്, ആരാ പൊസസീവ്, അങ്ങനെ ഫാമിലി എങ്ങനെയാ, എന്നെ കാണുമ്പോ നുജു തടി ഉണ്ടായിനോ, നുജുവിന്റെ ക്യാരക്ടർ എങ്ങനെയാ, ആബിച്ചാന്റെ ക്യാരക്ടർ എങ്ങനെയാ, പിന്നെ നമ്മള് പ്രൊഫഷൻ ചോദിക്കുന്നുണ്ട്, നമ്മളെ ഏജ് ചോദിക്കുന്നുണ്ട്. ഓരോ ഏജ് നോക്കുമ്പോ എന്നെക്കാളും ചിലപ്പോ തേങ്ങ. അപ്പം എല്ലാരും വിചാരം നമുക്ക് 22 ആ ഒരു ഏജ് ഒക്കെയാണ്. അല്ല നല്ല പ്രായമുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ ആക്ച്വൽ നെയിം നുജൂബി എന്നല്ല, എൻ്റെ ആക്ച്വൽ നെയിം നുജൈഹ എന്നാണ്. അതായത് ഫാത്തിമ നുജൈഹ. ആബിച്ചൻ്റെ ആബിച്ച അല്ല, അബ്ദുൽ ആബിദ് അലി. ഓനേക്കാൾ ഏജുള്ള ആൾക്കാർ വരെ പോനെ ആബിച്ച എന്നാണ് വിളിക്കുന്നത്. ആബിച്ച പറഞ്ഞത് എന്റെ പേരാണ് ആബിച്ച എന്നുള്ളത്. ശരിക്കും അങ്ങനല്ല. നുജു ഞാൻ കാസർഗോഡ് ആയതുകൊണ്ട് ആബിദ് ഇച്ച വിളിച്ചിട്ട് ആബിച്ചായിപ്പ് ഇക്ക അങ്ങനെ ആബിച്ചായി പോയതാ. ശരിക്കും എന്റെ ആബിദ് എന്നാണ് പേര്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പറയാം. ഫസ്റ്റ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഒന്നെ കുറേ വട്ടം റിപ്പീറ്റും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അതിലൊരു 15 ക്വസ്റ്റ്യൻസ് ആണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളത് പറയാം. അല്ല, നമ്മൾ അതിനുള്ള ഉത്തരം പറയാം. ആരാ പ്രപ്പോസ് ചെയ്തത്? നമുക്ക് ഇന്റർവ്യൂ ചെയ്യണ മാതിരി. ആരാ പ്രപ്പോസ് ചെയ്തത്? ആക്ച്വലി ഞാൻ ചെയ്തത്. എല്ലേലേ നിന്നെല്ലാരും പൂക്കിന്ന് കളിക്കുന്നത്. ഞാൻ ചെയ്തു, ഞാൻ പറയൂ ഞാൻ ചെയ്തു. എങ്ങനെ പ്രപ്പോസ് ആക്കി അത് പറ. അനുജുമാങ്കിനെ ഭയങ്കര ലൈക്ക് അയക്കുന്നു. എല്ലാവരും ഐ ലവ് യു അത് ഇതൊക്കെ പറഞ്ഞതിന് പകരം ആവിച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ലൈക്ക് നുജു എനിക്ക് നിന്നെ ലൈക്ക് അയക്കുന്നു. എനിക്ക് നിന്നെന്നല്ല, നുജു നിന്നെ ഭയങ്കര ലൈക്കാണെന്ന് പറഞ്ഞു. അതന്നെ ലൈക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് നിന്നെന്നൊന്നും പറഞ്ഞിട്ടില്ല, വെറുതെ ഇല്ലാത്തത് പറയണ്ടോ. ഓക്കെ, ലൈക്ക് മോസ്റ്റ് റിക്വസ്റ്റഡ് ക്വസ്റ്റ്യൻ. ഇത് കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര ത്വരയാണ്. ലവ് സ്റ്റോറി. ലവ് സ്റ്റോറി പറയാ, ബാക്കി സംസാരിക്കേ. ലവ് സ്റ്റോറി വേറെ ആബിച്ച പറയുമ്പോഴാണ് ത്രില്ലുള്ളേ. ലൈവിലൊക്കെ ആബിച്ച കുറെ പറഞ്ഞാല് ഞങ്ങള് അങ്ങനെ മീറ്റ് ചെയ്യുന്നതും ഇതാക്കുന്നെല്ലാം ഭയങ്കര ഇതായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോ സീരിയസ് ആയിട്ട് പറയട്ടെ, ഞാൻ ഒറ്റയ്ക്ക് പറയാം. നുജുല്ലായിരിക്കും, നുജു ചിരിപ്പിക്കാൻ. ലവ് സ്റ്റോറി ഞാൻ പറയൂ, ഈ പോവാണീച്ചിട്ട് എന്നിട്ടാകുമ്പോ ഞാൻ പറയാം. ഓക്കെ, അത് നമ്മൾ പറയുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആബിച്ചൻ്റെ സെക്കൻഡ് മാരേജ് ആണോന്ന്, അതുകൊണ്ടാണോ നുജുവിനായിട്ട് കല്യാണം കഴിച്ചത് എന്ന്. അതെന്തുകൊണ്ട് ആ ചോദ്യം ചോദിച്ചതെന്ന് മനസ്സിലായ എനിക്ക്. നീ മെലിഞ്ഞിട്ടും ഞാൻ തടിച്ചിട്ടുമാണ്. അപ്പൊ ആബിച്ച് സെക്കൻഡ് മാരേജ് ആയതുകൊണ്ടാണോ എനിക്ക് ആ ഒരു പ്രിഫറൻസ് തന്നിട്ട് എന്നെ കെട്ടിയത് എന്ന്. അതാണ് ഒരു ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ആയിരിക്കും. കാരണം നിന്നെ വെച്ചുള്ള വീഡിയോസ് ഇടുമ്പം ആൾക്കാർക്ക് അങ്ങനത്തെ പല ചോദ്യങ്ങളും ഉണ്ട്. എന്താ ഞാൻ എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ രണ്ടാമത്തെ കല്യാണമൊക്കെ കഴിച്ചെന്നാ പറയുന്നത്. അതൊന്നും അറിയുന്നില്ല. അപ്പൊ അതിനുള്ള ഉത്തരം പറയാനേ മേ ബി നീ തടിയുള്ളതുകൊണ്ട് അങ്ങനെ ഉദ്ദേശിച്ചത്. തടി ഇപ്പോഴും ഒരു പ്രശ്നമാണോ? ആണോ?
ഇങ്ങനെ മെല്ലെ മെല്ലെ പറഞ്ഞത് 2-3 മണിക്കൂർ ഉണ്ടാവും. അത്ര തന്നെ. അപ്പൊ ഞാൻ പറയട്ടെ, ആബിച്ചന്റെ ഫസ്റ്റ് മാരേജ് ആണ്, എന്റെയും ഫസ്റ്റ് മാരേജ് ആണ്. മാരേജ് കഴിഞ്ഞിട്ടില്ല, നിക്കാഹേ കഴിഞ്ഞിട്ടുള്ളൂ. മാരേജ് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഏജും കൂടി ഇതിന്റെ കൂടെ തന്നെ പറയാം. ഏജിനും കുറച്ച് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് എത്ര ഏജ് ആണ്, നുജുക്ക് എത്ര? ഞാൻ സ്റ്റിൽ യങ്ങാണ്. അപ്പൊ എനിക്ക് 26ഉം എനിക്ക് 26, ആബിച്ചക്ക് 27ഉം ആണ്. അറൗണ്ട് 1 ഇയർ ഡിഫറൻറ്റേ ഉള്ളൂ. 1 ഇയർ അല്ല, കുറച്ച് മാസങ്ങൾക്കുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് രണ്ടാളുടെയും പ്രൊഫഷൻ ആൻഡ് ഫാമിലി. ഇതൊക്കെ ബേസിക് എല്ലാ Q&Aയിലും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ഞാൻ ഇൻ്റെത് വരാം. എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആർക്കിടെക്റ്റ് ആണ്. ആൻഡ് ബൈ പാഷൻ ആണ് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ. ഇപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1 ഇയർ 1.5 അത്രലാവുന്നുള്ളൂ. കൂടുതലായി. അയ്യോ, ഡ്രസ്സിന്റെ ചെയ്യുന്ന അത് ഞാൻ റീൽ ഇടാറുണ്ട്, അങ്ങനല്ല പറയാം. ലൈക്ക് അത് ഫോക്കസ് ചെയ്ത് തുടങ്ങിയിട്ട് 1 ഇയർ ആവണുള്ളൂ. അല്ലാണ്ട് ഞാൻ നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ ആബിച്ചന്റെ പ്രൊഫഷൻ ആബിച്ച പറയും, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഫോട്ടോഗ്രാഫറാണ്, ഫോട്ടോ ആൻഡ് വീഡിയോഗ്രാഫർ. വീഡിയോ അല്ല, ഫോക്കസ് ഓൺ ഫോട്ടോഗ്രാഫി. അപ്പോൾ ഓന് എനിക്ക് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു തരുന്നുള്ളൂ. അത് ഞാൻ പണ്ട് ഇങ്ങനെ 1-2 മാസത്തിൽ ഒരു വട്ടം അല്ലെ 2 മാസത്തിന് ഇടവട്ടൊക്കെ ഇടാറുണ്ട്. അപ്പം അങ്ങനെ ഫോട്ടോഷൂട്ട് നടത്തി കോൺഫിഡൻസ് ബൂസ്റ്റ് ആക്കി. സത്യമാണ് ഗൈസ്. അതിനുള്ള ഒരു ക്വസ്റ്റ്യൻ വരണം, അതിന് ഉത്തരം പറയണം. ആ ക്വസ്റ്റ്യൻ ലാസ്റ്റിലൊടുവാണ്. പിന്നെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി ബ്രദേഴ്സാണ് ഉള്ളത്. പിന്നെ എല്ലാവർക്കും ഉള്ള മാതിരി ഉമ്മ വായിച്ചി പറഞ്ഞ എൻ്റെ വല്യുപ്പ, എൻ്റെ ഉപ്പൻ്റെ ഉപ്പം. അങ്ങനെയാണ് എനിക്ക് പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉള്ള ഫാമിലിയുള്ള. അബിച്ചൻ്റെ കേസാണെങ്കിൽ അബിച്ചാക്ക് സിസ്റ്റേഴ്സാണ് ഉള്ളത്, എനിക്ക് ബ്രദേഴ്സ്. അബിച്ചൻ്റെ വീട്ടിലെ ഒറ്റ മോനാണ്, എൻ്റെ വീട്ടിലെ ഒറ്റ മോളാണ് ഞാൻ. അബിച്ചാക്ക് 2 സിസ്റ്റേഴ്സാണ് ഉള്ളത്, പിന്നെ ഉമ്മ ഉപ്പ പിന്നെ ഞാൻ. യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതെന്താ നിങ്ങളെ കോൺഫിഡൻസ് എങ്ങനെ ഇത്രയെല്ലാം ബൂസ്റ്റ് ചെയ്ത് വന്നത് എന്നുള്ളത്. അതിനെന്ന് വെച്ചാൽ ആക്ച്വലി വലിയ സ്റ്റോറി ഉണ്ട്. 6-7 വർഷം മുന്നേ എന്നെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല. ഞാൻ ഭയങ്കര പാവം കുട്ടിയായിരുന്നു. പിന്നെ അതേപോലെ നമ്മളെ പണ്ടത്തെ ഒരു സ്റ്റൈലില്ലേ, കോളേജിൽ പോയി ചോദിച്ചറിയാം പറയണേ, നമ്മള് അതായത് കണ്ണിന്റെ ഇത്ര ഭാഗം മാത്രം ഫോട്ടോ എടുത്ത് ഇങ്ങനെ കാക്കണ ആ സ്കീമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എനിക്കെൻ്റെ മുഖം പോലും ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ മടിയുള്ളൊരു കാലം ഉണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ ഇപ്പോൾ ഫുള്ളായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. എൻ്റെ കോൺഫിഡൻസ് അത്രയും ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ആക്ച്വലി ഒരു വലിയ പങ്ക് ആബിച്ചൊക്കെയുണ്ട്. കാരണം എനിക്ക് ഓന് ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ എനിക്ക് ഫോട്ടോ എടുത്തരാൻ പറയുമ്പോൾ എനിക്ക് ഭയങ്കര രസം ഉണ്ടാവില്ല, അതുണ്ടാവില്ല ഇതുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ വട്ടം ഞാൻ ഫോട്ടോ എടുക്കാണ്ടാന്ന് വരെ നിന്നിട്ടുണ്ട്. പിന്നെ ഓരോ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞ് എടുത്ത് എന്താക്കായി അങ്ങനെ. പിന്നെ ഞാൻ ഫോട്ടോ എടുക്കാറുണ്ട്. പിന്നെ റീൽസ് എടുക്കാൻ ഞാൻ 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ റീൽസിന് റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ സെറ്റായി വന്നു. പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു ക്യാമറ നോക്കിയിട്ട്. അതും ഇതേപോലെ തന്നെ എത്രയോ വട്ടം ടേക്ക് എടുത്തിട്ടാണ് അതൊക്കെ റെഡി ആയത്. പക്ഷെ ഇപ്പം ഞാൻ ഓക്കെ ആയില്ല. ഇപ്പൊ മുമ്പൊക്കെ ഞാനാണ് മൊത്തം വീഡിയോ എഡിറ്റ് ചെയ്യുക, ഷൂട്ട് ചെയ്യുക എല്ലാം ഞാനാണ്. എഡിറ്റിംഗ് പഠിച്ചു. ഇപ്പൊ നുജൻ എഡിറ്റ് ചെയ്യും, നുജൻ ഷൂട്ട് ചെയ്യും, കോണ്ടന്റ് ക്രിയേറ്റിംഗ്. അതിലെപ്പോഴും ആബിച്ചനോട് പറയല എന്താ അറിയോ, എനിക്ക് അങ്ങനെ ഒരു പറയും ഇങ്ങനെ ഇതാക്കുമെന്ന് പറയുമ്പോൾ ആബിച്ചനോട് പറയും ഓരെന്തായാലും എൻ്റെ ലൈഫിൽ ഒന്നും ചെയ്തുതരാൻ പോകുന്നില്ല, നീ നിൻ്റെ ലൈഫ് മാത്രം ഫോക്കസ് ചെയ്ത് ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കുന്നോന്ന് ഇതാക്കണ്ട. ആ ഒരു സാധനം ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയതിന് ശേഷം ആരെന്ത് തന്നെ പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നമില്ലാത്തൊരു മട്ടായി. മെയിനായിട്ട് എൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മ ആരും അങ്ങോട്ട് ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ ഇങ്ങോട്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മ നോട്ട് ചെയ്ത് വെക്കും. സമയം നോക്കുമ്പോ ഓരോന്ന് കൊടുക്കും. അത് അത് എന്റെ സ്വഭാവമല്ല കേട്ടോ. അത് ഞാൻ അങ്ങനെ എന്നെ എന്ത് ചെയ്താലും അങ്ങനെ വന്നതിന് ശേഷം അഭിച്ച നോട്ടാക്കി വെച്ച കൊടുക്കണം. ഇന്നോട് എത്രത്തോളം ഒരാൾ നന്നായി നിൽക്കുന്നു അത്രത്തോളം ഞാൻ നിൽക്കും. പക്ഷെ ഇന്നോട് എങ്ങനെയാണോ ചെറ്റായിട്ടുള്ളത് അതിന് ഞാൻ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. പക്ഷെ ഞാൻ അയാളെ മുന്നിൽ ഭയങ്കര ചിരിച്ചിട്ടാണ് ഉണ്ടാവുക. അതായത് ഒരിക്കലും മുഖാമുഖം ഞാൻ ഭയങ്കര പ്രശ്നമാക്കി, അതായത് ബാക്കിൽ കൂടെ കൊടുക്കും എന്നല്ല ഉദ്ദേശിച്ചത്. ലൈക്ക്
ഫ്രണ്ട്സ് ആണോ ഫാമിലി ആണോ ആരാണെങ്കിലും നല്ല രീതിക്ക് ഞാൻ മുന്നിൽ സംസാരിക്കും, ഓരോ ഭയങ്കര കൺസിഡർ ചെയ്യും, എല്ലാ കാര്യങ്ങളാണ്. പക്ഷെ നമ്മളോട് എന്താ ചെയ്തെന്നുള്ളത് ഷാബിച്ച അങ്ങനെയല്ല. എന്തെങ്കിലും ആരെങ്കിലും ചെയ്യുന്ന അത് അല്ല കൊടുക്കും. അതും അതല്ല, കമന്റിൽ പോലും ആപിച്ച എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ നെഗറ്റീവ് കമന്റ് പറയുന്ന ആളെ നമ്മൾ തിരുത്താൻ പോയിക്കൂടാ. ഓർക്ക് ആ ക്വാളിറ്റി ഇല്ലാത്തോണ്ടാണ് ഒരു കമന്റ് ഇടാൻ വരുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, എൻ്റെ കേസിൽ അങ്ങനെയല്ല. എനിക്ക് നെഗറ്റീവ് കമന്റ് ഇടുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും എനിക്ക് സങ്കടമാണ്. എനിക്ക് സങ്കടത്തിന്റെ 1% പോലും സങ്കടമാവില്ല. പക്ഷെ ഒരു ഇങ്ങോട്ട് പറയുമ്പോൾ എനിക്ക് അതേപോലെ തിരിച്ചായിട്ട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭയങ്കര റാഹത്താണ്. റാഹത്ത് എന്നൊക്കെ പറഞ്ഞ എങ്ങനെയാ പറയാന്ന് നിൽക്കല്ലേ, ഇന്നങ്ങോട്ട് ഒന്ന് പറഞ്ഞ അവിടുന്ന് 10 അങ്ങോട്ട് പറഞ്ഞ ചെറിയ കുട്ടി പറഞ്ഞിട്ട് സീനായില്ലേ അന്നൊന്നും ഫോളോവേഴ്സ് ഇല്ല, അതുകൊണ്ട് ആൾക്കാർക്കറിയില്ല. ഭയങ്കര ഏജ് കുറവുണ്ട് കുട്ടി ഭയങ്കര ബോഡി ഷേമിങ് ആയിട്ട് കമന്റ് ചെയ്തിട്ട് അത് കച്ചറുണ്ടാക്കി ഓരോ പേരൻസിനെ വിളിച്ച് പറഞ്ഞ, പിന്നെ പേരൻസിനെ മനസ്സിലാക്കി കൊടുത്ത് ഇങ്ങനെ കാര്യങ്ങള് ഈ പ്രായത്തിലെ ബോഡി ഷേമിങ് ചെയ്യുമ്പോ അത് ചിന്തിക്കണം. ആ കുട്ടീന്റെ യൂണിഫോം വെച്ചിട്ടാണ് ആ കുട്ടീന്റെ സ്കൂൾ ഞാൻ കണ്ടുപിടിച്ചത്. അതിന് ബാക്ക് പോയി ആളെ കണ്ടുപിടിച്ച പേരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോ ബാഡ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല, പേരൻസിനോട് പറഞ്ഞ് മനസ്സിലാക്കി. സോറി പറഞ്ഞതിന് ശേഷമാണ് ഞാൻ പറയിപ്പിച്ചു ഈ പ്രായത്തിൽ ഇങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അമ്മ എപ്പോഴും ഓക്കെ ആയിരിക്കൂല. അപ്പൊ ബാക്കിയുള്ള ആളെ നമുക്ക് എന്തെങ്കിലും കുറവുണ്ടാവും. പഠിച്ചവൻ എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് പഠിക്കൊന്നുമില്ല. അപ്പൊ നമ്മക്കൊരു കുറവുണ്ടാവും, വേറൊരാൾക്കൊരു കുറവുണ്ടാവും. നമ്മ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കുറവുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളെ കുറവ് കണ്ടിട്ട് അത് പറയാനും 4 ആളോട് പറയാനും പാടില്ല. എന്താ പറയുന്നത്? നെക്സ്റ്റ്, നിങ്ങൾ എങ്ങനെ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത്? അതിൻ്റെ മുന്നേ ഫസ്റ്റ് ഞാൻ ഒരു കാര്യം പറയാം. ഒരിക്കലും എല്ലാവരും നമ്മളെ സങ്കടങ്ങളോ കാര്യങ്ങളും പബ്ലിഷ് ചെയ്യൂല. ഇപ്പം നമ്മൾ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ ആരെങ്കിലും കരയുമ്പോ ക്യാമറ എടുത്തിട്ട് കരയോ? ഇല്ല. അങ്ങനെ കാര്യമൊക്കെ ചെയ്യൂ. അത് പുതിയ ആൾക്കാരുണ്ട് എന്തേന് റീച്ച് കിട്ടാൻ വേണ്ടിട്ട് കരയുന്നത്. അതല്ല, ഞാനല്ല സങ്കടം വരുമ്പോ ടെൻഷൻ വരുമ്പോഴല്ലോ ഏറ്റവും ലോ ലെവലിലേക്ക് പോകും. അപ്പൊ ഫോണും കൊണ്ട് ആ ഒരു ചിന്ത വരൂല. ഞാൻ ചിന്തിക്കുന്ന ഞാൻ കരയുമ്പോ ഈവൻ മിറർ വരെ പോയി നോക്കും. കാരണം എന്താ പറയുക, കരയുമ്പോ നമ്മളെ ഭംഗി വേറെ തന്നെ ഒരു ഭംഗി. പറഞ്ഞു വന്നാൽ അതല്ല, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഫ്ലുവൻസിങ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോണ്ടന്റ് ക്രിയേഷൻ പബ്ലിക്കിൽ ഉണ്ടാവും. ലൈക്ക് നെഗറ്റീവ് റീച്ച് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും, പോസിറ്റീവ് റീച്ച് ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ടാവും, അല്ലെങ്കിൽ നോർമൽ ആ ഒരു സ്റ്റാൻഡേർഡിൽ പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പം നമ്മളെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി കോണ്ടന്റ്സ് ആണ് കൊടുക്കുന്നുള്ളത്. ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും നിങ്ങളെ മുന്നിൽ കാണിക്കുള്ളൂ. അത് വെച്ചിട്ട് ഭയങ്കര കാണിക്കല്ല, ഹാപ്പിനെസ് മാത്രം കാണിക്കുള്ളൂ. വീഡിയോ എടുത്തിട്ട് ഈ ചോദ്യം ചോദിക്കാനുള്ള ഞാൻ പറയുന്നത് അല്ലാണ്ട് നമ്മൾ അടി കൂടുന്ന എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടാല് നിങ്ങളെ നല്ലത് പറയോ? അടി കൂടുന്ന നല്ലത് ഇട്ടാലും നെഗറ്റീവാ വരുന്നത് വേറെ കാര്യം. അപ്പം നമ്മളെ പ്രശ്നങ്ങളും അടിയും കച്ചറിയും എല്ലാം. ഇത് ചോദിക്കാനുള്ള റീസൺ ചിലപ്പോൾ നമ്മളെ റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മള് കപ്പിൾ റീൽസ് ഇടുമ്പം അതിൽ കുറെ കണ്ണ് കടിയുള്ള കുറെ പേരുണ്ട്. അത് പറയാൻ പറ്റൂല. ഓരോരാൾക്ക് ഓരോരോ മൈൻഡ് ആയിരിക്കും. ഒരാൾക്ക് കാണുമ്പോൾ അത് നല്ല അടിപൊളിയായിരിക്കും, ഒരാൾക്ക് കാണുമ്പോൾ അത് മോശമായിരിക്കും. അത് ഓരോരോ ഇതല്ല. അതല്ല, നമ്മളെ നല്ലൊരു മൊമെന്റ് നമ്മ ക്യാപ്ചർ ആക്കുക, ഇടുക. അതിൽ ഹാപ്പിനെസ്, നമുക്കത് സന്തോഷമാണ്. അതുകൊണ്ടാണ് കൂടുതൽ ഇടുന്നത്. അതിപ്പോ ബാക്കി എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. ആയിക്കോട്ടെ, ശരി, മനസ്സിലായി. ഇതില്ലേ 2 മണിക്കൂർ പോകുന്നുണ്ട് ഇനി പ്രസംഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാല്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ റിലേഷൻഷിപ്പിന്റെ ബേസിലാണെന്നുണ്ടെങ്കിൽ, ഒരു ഹസ്ബൻഡ് വൈഫ് അങ്ങനത്തെ ബേസിലാണ് ഉള്ളതെങ്കിൽ എപ്പോഴും ഭയങ്കര സന്തോഷമൊന്നും ഉണ്ടാവില്ല. രണ്ടാളും എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞുതരാം. ഒരാളെ മനസ്സിലാക്കിയാൽ മാത്രം പോരട്ടോ. ഒരാൾക്ക് ഇപ്പൊ ഞാനും ആണ്. അപ്പൊ ഞാനിപ്പോ ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ട്, നീ ഞങ്ങക്ക് കുറഞ്ഞു ആ സാറിലെ പോയിക്കോട്ടെ അങ്ങനെ പറഞ്ഞ നമുക്ക് റെഡിയാക്കാം. അതേ നേരെ മറിച്ചിട്ട് നീ എന്നോട് ചൂടായി, ഞാൻ ചൂടാകുമ്പോ നീയും ചൂടായി, അപ്പൊ അടി ഉണ്ടാവുമല്ലോ അവിടെ. അപ്പോ അത് കുറച്ച് കഴിഞ്ഞാല് എല്ലാ റിലേഷൻഷിപ്പിലും
അങ്ങനെയല്ല, റീല് കാണുമ്പോൾ ഒരു വിചാരിക്കും നമ്മളെപ്പോഴും സന്തോഷം മാത്രമേ ഉള്ളൂ, നിങ്ങളെ പോലെ ആയാൽ മതി എന്നൊക്കെ പറയണം. അപ്പം അതിനുള്ള ഉത്തരം പറഞ്ഞു, രണ്ടാളും 2 ഇൻഡിവിജ്വൽസ് ആണ്. അള്ളാഹ് തന്നിട്ടുള്ള 2 ഇൻഡിവിജ്വൽസ്. രണ്ടുപേർക്കും ഉറപ്പായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. നമ്മൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മൾ തരണം ചെയ്തിട്ട് ഓക്കെ ആയിട്ട് വരുന്നതിലാണ് കാര്യം. പിന്നെ ആബിച്ചാന്റെ വീട്ടുകാരെങ്ങനെയാണ്? ഒരു കാര്യം മനസ്സിലാക്കണം ആബിച്ച, 6ാമത്തെ ചോദ്യമാണിത്. ആബിച്ചാന്റെ വീട്ടുകാരെങ്ങനെയാണെന്ന്. എനിക്ക് ഇതിപ്പോ ഞാൻ ഇതൊരു ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ടത് എനിക്ക് കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. ആബിച്ചൻ്റെ ഉമ്മനെ മാത്രം ചോദിച്ചിട്ട് ആബിച്ചൻ്റെ ഉമ്മ എന്നെ എങ്ങനെ കൺസിഡർ ചെയ്യുന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കുറേ വട്ടം വന്നിക്കണേ. അപ്പം മൊത്തത്തിലൊരു വീട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബിച്ചാൻ്റെ സിസ്റ്റേഴ്സിനായിട്ടൊക്കെ ഞാൻ ഭയങ്കര കമ്പനിയാണ്. എനിക്ക് സിസ്റ്റേഴ്സ് ഇല്ല, അതുകൊണ്ട് നമ്മൾ ഭയങ്കര കമ്പനിയാണ്. പിന്നെ ആബിച്ചൻ്റെ ഉമ്മയും വർക്കിംഗ് വുമൺ ആണ്. അപ്പം അല്ലാതെ എന്തിനാ ഇപ്പം പറയേണ്ട ആവശ്യം? എന്തോ ആയിക്കോട്ടെ, അടി ഉണ്ടാവാനുള്ള റീസൺ ഒന്നും ഇല്ല. അല്ല, അടിയൊന്നും ഉണ്ടാവില്ല. സംഭവം പറഞ്ഞാല് എന്റെ ഫാമിലി പണ്ട് നമ്മളൊരു ചിൽ വൈബാണ്. ഇതും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആബിച്ചിന്റെ വീട്ടുകാർക്ക് ഞാൻ വീഡിയോ ഇടുന്നൊന്നും പ്രശ്നമില്ലെന്ന്. ഇല്ല ഗൈസ്, ഞാൻ ഇവിടുന്ന് ഹായ് ഗൈസ് എന്നൊക്കെ പറഞ്ഞു പോയിട്ട് അവിടെ എത്തുമ്പോ ഞാൻ എല്ലാ പ്രാവശ്യം അതൊരു കാര്യമുണ്ട്. കോഴിക്കോട് മാസമായിരിക്കും, അത്ര കാസർഗോഡ് കാണുമ്പോ സുഖല്ലേ ഞാൻ കാണിക്കലില്ല. അങ്ങനെ അപ്പൊ ഉമ്മ വെക്കും ഈ കോഴിക്കോട് ആലോ ഗൈസ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്ന ആൾ ഇവിടെ എത്തുമ്പോ എന്താ എങ്ങനെയെന്ന് ചോദിക്കും. അതുകൊണ്ട് വ്ളോഗ് എടുക്കും ഞാൻ. അടുത്ത പ്രാവശ്യം പോകുമ്പോ ഞാൻ ഇൻഷാ അല്ലാഹ് എന്തായാലും വ്ളോഗ് എടുക്കും. പക്ഷെ അവിടെ എത്തിയാൽ വേറെ കാര്യമുണ്ട്, അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്റെ ഫോൺ യൂസേജേ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വ്ളോഗ് എടുക്കാൻ പറഞ്ഞത്. നമ്മളെ കാസർഗോഡ് എത്തുമ്പോ ഭയങ്കര കാമാണ്. എന്റെ മൈൻഡിലുണ്ടായിരുന്നു കാസർഗോഡ് അല്ല, ആ കാസർഗോഡ് ഭയങ്കര കാം, ലൈക്ക് ഓരോ പ്രകൃതിയോട് ഇണങ്ങിയ ആ ഒരു ഏരിയ ആണ്. അപ്പം നമ്മള് പുറത്ത് പോയിരിക്കാനൊക്കെ നല്ല രസമാണ്. നമ്മള് ബൈക്കറ് ഡാമും ആലൂറ് പോയും പിന്നെ ഞാൻ ഫുള്ള് കൊണ്ടുപോയി നമ്മളെ ഇരിയണി റോട്ടില് അതെല്ലാം ഫുള്ള് വൈബ്. രാവിലെ സാമീൻ്റെ ഹോട്ടലിൽ ചായ കുടിക്കാൻ പോയിട്ട് പൈസ കൊടുക്കാൻ ചോദ്യം ചോദിക്കാം, അത് പറയണ്ട. ഫസ്റ്റ് ആബിച്ചിനെ മീറ്റ് ചെയ്യുമ്പം നിങ്ങള് മെലിഞ്ഞിട്ടായിരുന്നോ? നോ, ഇല്ല. ഇപ്പൊ ഞാൻ എങ്ങനെയാണോ അന്നത്തെ ഏജിനുള്ള തടി, ആ നോർമൽ എത്ര കുട്ടികൾ എത്ര മെലിഞ്ഞുണ്ടാവും അതിനേക്കാൾ തടിച്ചി എന്ന് പറയുന്ന ഒരു തടി ഉണ്ടാവില്ല, ആ തടി ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഒരു മാറ്റമുണ്ട്, മോഡേൺ ആയി. അയ്യോ, അത് വേണമെങ്കിൽ നീ ഇവിടെ ഫോട്ടോ കൊടുത്ത ആബിച്ചിനെ ഞാൻ മീറ്റ് ചെയ്യുമ്പല്ലേ. ഞാൻ പണ്ട് അതൊരു ആബിച്ചിനെ മീറ്റ് ചെയ്യണതിന് മുന്നേ വരെ ഞാൻ ജീൻസ് എൻ്റെ ലൈഫിൽ ഇട്ടിട്ടില്ല. ഫസ്റ്റ് ആയിട്ട് ഇടുന്നത് ആബിച്ച ഓർഡർ ചെയ്തിരുന്ന ജീൻസാണ് ഞാൻ ഫസ്റ്റ് ഇടുന്നുള്ളത്. ഐ മീൻസ് ആബിച്ച് സെലക്ട് ചെയ്തെന്ന് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല, ഞാൻ എങ്ങനെ ഉണ്ടായിരുന്ന അറിയോ, ഷോൾ അങ്ങോട്ട് പൊതച്ചിന്റെ കൈയൊന്നും കാണില്ല, വെറും ഷോള് മാത്രം ഡ്രസ്സിലുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സാധനമായിരുന്നു ഞാൻ. സംഭവം ഫാഷൻ എത്തിയിട്ടുണ്ടായില്ല. ഞാനൊന്ന് രണ്ടാളെ ഏജ്, ഐ എം 26 and he is 27. ആരാണ് പൊസസീവ്? ഞാൻ പാവാണ്, ഭയങ്കര പാവാണ്. എനിക്ക് 1% പോലും പൊസസീവ്നെസ് ഇല്ല ഗൈസ്. ശരി, ഞങ്ങളെ രണ്ടാളേലും എനിക്കാണ് പൊസസീവ് ഉള്ളത്. എനിക്ക് കുറേ വൃത്തിയുടെ സ്വഭാവങ്ങളുണ്ട്, അത് പറയാൻ പറ്റുമോ? അതായത് എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുള്ളൂ. ഇത് സംഭവം എന്താ അറിയോ, ഇവക്ക് ഇഷ്ടമുള്ള ആളെ മനുഷ്യന്മാരോട് മാത്രമേ മിണ്ടാൻ പാടുള്ളൂ. മിണ്ടാൻ പാടുള്ളൂ, എല്ലാരോടും മിണ്ടാ, അങ്ങനല്ല മിണ്ടല്ല. മൊത്തത്തില് ഇവർക്ക് ഇഷ്ടപ്പെടാത്ത ആരോടെങ്കിലും ഞാൻ മിണ്ടുക, ഭയങ്കര സീനായിരിക്കും. അത് ഭയങ്കര സീനായിരിക്കും. അങ്ങനെയല്ല, സംസാരിക്കുന്ന പ്രശ്നമില്ല, ഓവർ അതായത് ഭയങ്കര കമ്പനിയിലേക്ക് പോകുന്നത് എനിക്ക് വേറൊരു പ്രശ്നമുണ്ട്. ഞാൻ എല്ലാവരോടും സംസാരിച്ചു കഴിഞ്ഞാലും ഞാൻ എല്ലാവരും പെട്ടെന്ന് വാല്യൂ ചെയ്യും, അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പം ഞാൻ വാല്യൂ ചെയ്തിട്ട് എനിക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഒരു പേഴ്സണൽ ബന്ധത്തിലേക്ക് പോകുള്ളൂ. പിന്നെ ഒരു കാര്യം, അത് വെച്ചിട്ട് ഇപ്പം ആബിച്ചൊരു കുട്ടീനെ കുറ്റം പറഞ്ഞു വെച്ചാൽ ആ കുട്ടീനെ ആ കണ്ണുകൂടി ഞാൻ കാണൂല. എനിക്കെന്താ ഫീലിംഗ്? അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അതിന് എനിക്ക് ആ കുട്ടി എങ്ങനെയാണ് അതുപോലെ ഞാൻ കാണാറുള്ളൂ. പിന്നെ നുജു റിച്ച് ആയതുകൊണ്ടായിരിക്കാം അവൻ കെട്ടിയത്.
ഞാനോ ആ റിച്ചാണ്. നുജുവിന്റെ നിക്കായിന് നുജുവിന്റെ ഒപ്പം എനിക്ക് ബെഞ്ച് നിക്കുന്നത്. പിന്നെ 101 പോകണോ? 150 പോകണാണ്. എവിടെ ലാസ്റ്റ് നമ്മൾ നിർത്തിയേ? പൈസ അല്ല പറയട്ടെ, നമ്മളെ ഫോണില് സ്പേസ് കഴിഞ്ഞു ഗൈസ്. രണ്ടാമത് സ്പേസ് ആക്കി വന്നതാണ്. അപ്പോ അടുത്ത ചോദ്യം കഴിഞ്ഞോ? ആ ചോദ്യം കഴിഞ്ഞു. എന്തോ പറഞ്ഞോണ്ടിരുന്നത്. ഫ്ലാഷ് ഓൺ ആക്കിയിരിക്കുന്നത്. അത് ഫ്ലാഷ് ഓട്ടോമാറ്റിക്കലി ഓൺ ആയതാണ്. അപ്പം നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നോർമലായിട്ട് നമുക്ക് എന്തെങ്കിലും വരുന്ന ക്വസ്റ്റ്യന് അഭിഷേക് റിപ്ലൈ കൊടുക്കാൻ താല്പര്യമുണ്ടോ? നോർമൽ എന്തായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചോദിക്കില്ല. അധികം ആഭിഷനെ നെഗറ്റീവ് ആക്കിയിട്ടാണ് എന്റെ കമന്റ് സെക്ഷനിൽ വരാറുള്ള ഗൈസ്. നമുക്ക് കണ്ണില്ലേ അങ്ങനെ. പിന്നെ ഒരു കാര്യം, ഈ ലവ് സ്റ്റോറി സ്കിപ്പ് ചെയ്തോണ്ട് എല്ലാവരും വിചാരിക്കും ഇപ്പൊ അവിഹിതറ്റാണെന്ന്. അതൊന്ന് വൃത്തിയാക്കി പറഞ്ഞെടുത്തേക്ക്. ലവ് സ്റ്റോറി പറയാ. ഇപ്പൊ തന്നെ കൊറേ ആയി നോമ്പൊക്കെ നല്ല ക്ഷീണം. ശരി, അടുത്ത എപ്പിസോഡല്ല, നമ്മളെ മാരേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഞങ്ങൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ അല്ലേ? അപ്പൊ ഇൻഷാല്ലാ ബൈ ബൈ. ഇനി ചോദ്യം ഒന്നും ചോദിക്കല്ലേ, ഇങ്ങനെ പറയാൻ മടിയാന്ന്. എത്ര സമയം? അരമണിക്കൂറായില്ല. പിന്നെ മുമ്പില് അറിയില്ല. ഇനി നിങ്ങള് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചോദിക്കൂ ഗൈസ്. അന്ന് ഞാൻ ഉണ്ടാവില്ല. നുജു ഒറ്റക്ക് ഉത്തരം പറഞ്ഞായിരിക്കും. ഞാൻ ഭയങ്കര ബിസിയാണ്. ഓക്കെ ബൈ. ഓക്കെ ബൈ. അടക്ക് ഞാൻ പറയട്ടെ. ഞങ്ങള് പറയട്ടെ, ഞങ്ങള് ഇപ്പം റിച്ച് ആയിട്ടുള്ളതായിരിക്കാം എന്ന് പറയാൻ കാരണമുള്ളത്, ഞാൻ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ അതൊക്കെ ആക്ച്വലി എൻ്റെ ആപ്പാപ്പൻ്റെ വീടാണ്. ആൻഡ് ആൾസോ ഞങ്ങൾ രണ്ടാളും നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. നമ്മളെ എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ആൾക്കാരെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ആ രീതിക്ക് നമ്മളെ കാണുന്നുള്ളത്. ചില ആൾക്കാരും ലൈക്ക് പാവപ്പെട്ടവരാണ് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിക്കൊക്കെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ കണ്ടെടുത്ത് ചില ആൾക്കാര് ആ ഒരു ഇമോഷന് യൂസ് ചെയ്തിട്ടുണ്ട്. പാവപ്പെട്ടവരെന്നല്ല ഉദ്ദേശം, നമ്മൾ നോർമൽ മിഡിൽ ക്ലാസ് പണിയെടുത്ത് നമ്മള് കഴിയുന്നു അത്ര. പക്ഷെ ഓരോ ഉദ്ദേശിക്കുന്നത് ഞാൻ ഭയങ്കര റിച്ച് ആണെന്നുള്ള ഒരു മൈൻഡിലാണ്. ആക്ച്വലി അങ്ങനെ ഒന്നുമല്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിന്റെ കാര്യം ആഭിച്ച പറയാം. നമ്മൾ ഓൾറെഡി ആഭിച്ചയും ഞാനും ഓൾറെഡി തീരുമാനിച്ചിട്ടുള്ളതാണ് ഗോൾഡ് വെച്ച്. എനിക്ക് ഒന്നാമത് ഗോൾഡ് ഇഷ്ടമല്ല, ആഭിച്ചക്ക് അതിൻ്റെ അത്രയും ഇഷ്ടമല്ല. അപ്പൊ ശരിയാണ് പറ ഗോൾഡ് ഇഷ്ടല്ലേ? അപ്പൊ നമ്മള് നിങ്ങൾക്ക് അറിയാം, എൻ്റെ നിക്കാഹ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായിണ്ടാവും ഞാൻ ഗോൾഡൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല. പിന്നെ ഹൂ ഈസ് യുവർ ബിഗ്ഗസ്റ്റ് മോട്ടിവേറ്റർ? പറഞ്ഞോ. എനിക്ക് കുറെ ആൾക്കാരെ പറയാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ സ്റ്റഡീസിലേക്ക് പോവാം. അപ്പൊ ഞാൻ ഇല്ലട്ടോ. ആ സമയത്ത് എൻ്റെ സ്റ്റഡീസിലേക്ക് പോകുമ്പം എൻ്റെ ഉപ്പൻ്റെ ഉമ്മ, അതായത് എൻ്റെ വല്യമ്മ എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ. പക്ഷെ ഞാൻ ഇപ്പം ഒന്ന് സക്സസ്ഫുൾ ആകുമ്പം എൻ്റെ വല്യമ്മ ഇല്ല. പക്ഷേ കോൺക്രീഷനിലേക്ക് വരുമ്പം ആഭിച്ചയാണ്. അതായത് മൊത്തത്തിൽ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഞാൻ എത്ര ഡൗൺ ആയി കഴിഞ്ഞാലും. അതുപോലെ നീഷ്മ, അനു അവരൊക്കെ വീഡിയോ എടുക്കാൻ എന്നെ സ്റ്റാർട്ടിങ്ങിലെല്ലാം കുറേ ഹെൽപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫസ്റ്റ് കുറേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡാൻസിൻ്റെ വീഡിയോ ആണ്. നീഷ്മ എന്നെ കല്ലെടുത്ത് എറിഞ്ഞില്ലെങ്കിലേ ഉള്ളൂ എത്ര വട്ടം പഠിപ്പിച്ചു തരൂ. ഇപ്പം ഞങ്ങൾ രണ്ടാളും ഡാൻസ് സ്കൂളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ പ്രോ ഡാൻസേഴ്സ് ആവും. അപ്പം നീഷ്മ, അനു ഓരൊക്കെ, ഹസ്ബി. അടുത്ത ചോദ്യം. ആഭിച്ചക്ക് ഏറ്റവും വലിയ റോളുള്ള അതൊന്നും എനിക്ക് ഒരു എഡിറ്റിൻ്റെ ഒരു 5 ABCD അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ കുഴപ്പമില്ലാണ്ടൊക്കെ എഡിറ്റ് ചെയ്ത് തുടങ്ങിയില്ലേ? ഇല്ലേ? ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. സമാധാനം ഉണ്ടാവില്ല. ഓരോ 10 വീഡിയോയിൽ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് തടിൻ്റെ ബേസിലാണോ? തടിൻ്റെ ബേസിൽ നിങ്ങളെ ഇൻസേർട്ട് ചെയ്താൽ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവോ? ഫ്രണ്ട്സ് എല്ലാം നിങ്ങളെ അകറ്റി നിർത്തിയിട്ടുണ്ടോ? ഞാൻ എന്നെ പറയാം, തടിൻ്റെ ബേസിൽ ഇനി ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. ഇനി വല്ലാണ്ട് അത് ഹേർട്ട് ചെയ്യില്ല. പക്ഷെ അത് ചെറുതായിട്ടെങ്കിലും ഹേർട്ട് ചെയ്ത് തന്നെ ആഭിച്ചോണ്ട് പറഞ്ഞിട്ട് അത് അപ്പം തന്നെ അത് സോൾവ് ആവും. പക്ഷേ ഞാൻ അവിടെ ഇരിക്കുന്നത്, അപ്പോൾ ആഭിച്ച വന്ന് ഇവിടെ ഇരുന്നിട്ട് അപ്പോൾ ആഭിച്ചനോട് ഒരാൾ പറയാണ്, നുജു ഉണ്ടായാണ്ട് നിന്നവിടെ കാണുന്ന പോലില്ല, നിന്നെ മെലിഞ്ഞിട്ടാണ് കാണുന്നത്. ആ വർത്താനം എനിക്കിഷ്ടമല്ല. അത് പറയുന്ന ആൾക്കാർക്ക് ആർക്കൊക്കെ അത് മനസ്സിലായിട്ടില്ല. പക്ഷെ എനിക്ക് ആ വർത്താനം ഇഷ്ടമല്ല. അപ്പോഴത്തെ ചവിട്ടി പുറത്താക്കാനാണ് തോന്നുന്നത്. പക്ഷെ ഞാൻ ഒന്നും കേൾക്കില്ല, ചിരിച്ചു നിൽക്കും. അതെനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ഫ്രേസാണ് ആ സാധനം. എനിക്കത് ഇഷ്ടമല്ല, ഞാൻ പറയുന്നില്ല. പിന്നെ ഫ്രണ്ട്സ് അകറ്റി നിർത്തിക്കണം. മാഷാ അല്ലാ, ആ കാര്യത്തിൽ ഞാൻ 100% ലൈക്ക് എന്താ പറയുന്നത്,
ലക്കിയാണ്. കാരണം എൻ്റെ ഫ്രണ്ട്സ് ഇന്ന് വരെ എന്താ പറയുക അകറ്റി നിർത്തിയിട്ടില്ല. എനിക്ക് കുറേ കുട്ടികളെ മെസ്സേജ് വരും, ഫ്രണ്ട്സ് തടി കാരണം ഇതാക്കില്ല എന്നൊക്കെ പറയും. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് ഇന്നേ വരെ എന്നെ ഒരു കാരണത്തിലും എൻ്റെ ഫ്രണ്ട്സ് ഭയങ്കര സപ്പോർട്ടീവാണ്. അതായത് ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളാണെങ്കിലും ഒന്നും ഇന്ന് വരെ എന്നെ തടിൻ്റെ പേരിൽ പോയിട്ട് അകറ്റി നിർത്തിയിട്ടൊന്നുമില്ല. ലൈക്ക് ഭയങ്കര ചിൽ മോഡ് ഓഫ്. എനിക്കറിയില്ല ഇനിയിപ്പോൾ ഞാൻ ചില്ലായതുകൊണ്ടാണ് ഒരെന്നെ അത്രയും ഇതാക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ അടിപൊളിയായിരുന്നു ഗൈസ്. ഫ്രണ്ട്സ് അടിപൊളി. എനിക്ക് അടുത്ത ചോദ്യം കഴിഞ്ഞു. കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങാൻ ആരാണ് നിങ്ങളെ മോട്ടിവേറ്റ്? അത് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ, അത് വേറൊരു ഇത് ആബിസ് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാക്കിയിട്ടുള്ളത്. നിങ്ങളെന്താ വാലന്റൈൻസ് ഡേ ആഘോഷിക്കാഞ്ഞ്? അത് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ പരിചയപ്പെട്ടപ്പോൾ മുതൽ ഇന്ന് വരെ ഞങ്ങൾ വാലന്റൈൻസ് ഡേ ആഘോഷിച്ചിട്ടില്ല. കാരണം സ്റ്റാർട്ടിങ് തന്നെ ആബിച്ച എനിക്കൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അതായത് നമുക്ക് എല്ലാ ദിവസവും വാലന്റൈൻസ് ഡേ ആണ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊട്ടി ആഘോഷിക്കേണ്ട ആവശ്യമില്ല. എന്താ പൈസ ഇല്ലാഞ്ഞിട്ടാണ്? അല്ല സംഭവം പറഞ്ഞാല് നമ്മ ഹാപ്പി ഉള്ള ടൈമിന് നമ്മളെ ഹാപ്പി ആക്കുക നല്ലോണം. അല്ലാണ്ട് വാലന്റൈൻസ് ഡേ ശരിക്കും സംഭവം എന്താ അറിയോ എനിക്ക്, അതൊക്കെ നീ പറയണ്ട, അതൊക്കെ ഒരാൾക്ക് 1 ദിവസം മുട്ടായി എടുത്ത് ആഘോഷിക്ക. ആബിച്ചിന്റെ വീട്ടിലെത്തുമ്പോ എന്തുകൊണ്ട് ഞാൻ വ്ലോഗ് എടുക്കുന്നില്ല എന്നുള്ളത് അത് നേരത്തെ പറഞ്ഞില്ല. എന്റെ അടുത്തും ഭയങ്കര കാമാണ്. അപ്പൊ ആടെ ഇങ്ങനെ ഓരോന്ന്. പക്ഷെ ആബിച്ചന്റെ കുടുംബത്തിനെല്ലാം കാണാൻ എല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഈ നോമ്പില് പോകുമ്പം ഉറപ്പായിട്ടും വ്ലോഗ് ഇടും. നിങ്ങളെല്ലാരും കാണണം. എന്ത് എടുത്താ മതി. ആടെ എത്തുമ്പോ ഫോണൊന്നും യൂസ് ചെയ്യൂല. ഫുള്ള് ഇങ്ങനെ എന്ത് എനിക്കും ബാത്തിനൊക്കെ കുറെ സംസാരിക്കും. അതിന്റെ ചെറിയ സിസ്റ്റർ ഉണ്ട്. ചെറിയ സിസ്റ്ററിനൊക്കെ ഇങ്ങനെ തള്ളി മറിക്കും. ഇത്ര ഫാമിലിയും എല്ലാം എന്തുകൊണ്ട് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയാം. നമ്മളെല്ലാവരും ഈച്ച് ഇൻഡിവിജ്വൽസ് ആണ്. ഞാനിങ്ങനെ വായിട്ട് അലക്കുന്നുണ്ട്, എനിക്ക് എന്താ പറയുക കുറച്ച് കോൺഫിഡൻറ്റ് കൂടുതലാണ് വിചാരിച്ചിട്ട് എല്ലാവരും ഒരു ഫാമിലിയിൽ അങ്ങനെ ആവണമെന്നില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് നമ്മൾ കൊടുക്കണം. അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ അവരെ കാണിക്കരുത്. അതായത് ഇഷ്ടമല്ല ഇനി ഒന്നും ചെയ്യേണ്ടുള്ള ദേഷ്യത്തിലല്ല, അവർക്ക് പബ്ലിക്കലി വരാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ അതിനുള്ള സ്പേസ് കൊടുക്കണം. അപ്പം പിന്നെ എൻ്റെ ഒരു നെബൂനെ കാണിക്കലുണ്ടല്ലോ, നെബൂന് ഓക്കെയാണ്, അപ്പം ഓനെ കാണിക്കാറുണ്ട്. കാരണം ബാക്കിയുള്ള ആൾക്കൊരു അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട പറഞ്ഞിട്ട് അതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അവർക്ക് ഇൻട്രസ്റ്റ് നമ്മളെ വീഡിയോയിൽ വരുമ്പോൾ നോ ഇഷ്യൂസ്. പിന്നെ വ്ളോഗൊക്കെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ വ്ളോഗിനൊക്കെ കുറെ പണിയുണ്ട് ഗൈസ്. അതുകൊണ്ട് വ്ളോഗൊന്നും ഞാൻ എടുക്കാത്തതുകൊണ്ട് നിങ്ങൾ അതിൽ അവർ കാണില്ല. പിന്നെ അധികം ഞാൻ എന്നെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിക്കുള്ള കോണ്ടന്റ്സാണ് ഞാൻ ഇൻസ്റ്റയിൽ ഇടാറുള്ളത്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഗൈസ്. പിന്നെ ഒരു ചോദ്യം ഞാൻ നോട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത്ത ഡ്രസ്സ് തരോ, ഇത്ത ഡ്രസ്സ് തരോ, ഇത്ത ഡ്രസ്സ് തരോന്ന്. അത് കമന്റിലും ഉണ്ടാവലുണ്ട്, പേഴ്സണൽ മെസ്സേജും വരാറുണ്ട്. ഈ ഡ്രസ്സൊക്കെ ഇവള് വാങ്ങി കൂട്ടല്ല, ഇവളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. സോഴ്സിംഗ് വഴി എനിക്ക് അയച്ചു തരും. എനിക്ക് വേണമെങ്കിൽ ആ ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ സോഴ്സിംഗ് ക്രെഡിറ്റ് ഓളെ എമൗണ്ട് കുറയും. ബട്ട് ഓള് തിരിച്ചയച്ചിട്ട് ഇതൊരു ജോബാണ് ശരിക്കും പറഞ്ഞാല്. ആ കമ്പനിക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. അത്രയും അടിപൊളി ഒരെത്ര ഞാൻ അയച്ചെന്നാലും എനിക്ക് അത്രയും അടിപൊളി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ. ഒരു 10 ഡ്രസ്സ് അയച്ചെന്നാല് ചിലപ്പോ 2 or 3 ഡ്രസ്സിലേ അവള് വീഡിയോ ചെയ്യുള്ളൂ. ബാക്കി ഡ്രസ്സൊക്കെ തിരിച്ചു കൊടുക്കലുണ്ട്. പിന്നെ ഡ്രസ്സ് തരോ എന്ന് ചോദിക്കുമ്പോ പിന്നെ ഡ്രസ്സ് തരോ, ഞാൻ ഇൻസ്റ്റയിൽ 2 പേർക്ക് ഇതുപോലെ ലൈക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ നമുക്ക് അറിയാം, നമുക്ക് ഈവൻ അവരെ പ്രൊഫൈല് കണ്ടിട്ടോ അല്ലെ അവർ അന്വേഷിക്കുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാണ്. പക്ഷെ ഇത് നമുക്ക് അയക്കുന്ന മെസ്സേജ് ചെയ്ത ആൾക്കാരെ പ്രൊഫൈൽ നമ്മൾ എടുത്തു നോക്കുമ്പം നമ്മളിപ്പോൾ കോണ്ടന്റ് ക്രിയേറ്റർ ആയത് കൊണ്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ വൃത്തിക്ക് ചെയ്യുന്നത് ആ ഒരു സ്റ്റൈൽ ഓഫ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് മെസ്സേജ് അയക്കുന്നില്ലേ. അപ്പം അതിന് നമ്മൾ റിപ്ലൈ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പിന്നെ നീ പറഞ്ഞില്ലേ ഫണ്ട് ചോദിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, ഇഷ്ടംമാതിരി ഫണ്ട് ചോദിക്കുന്നുണ്ട്. കുറെ ആൾക്കാര് ഉപ്പ ഹോസ്പിറ്റലാണ്, ഉമ്മക്ക് വയ്യ, കോളേജിലെടുക്കാൻ ഫീസില്ല. അത് ആദ്യം പറയും പാവായിരിക്കും അല്ലേ. ഇപ്പൊ ഡെയിലി 3-4 എണ്ണം വരാൻ തുടങ്ങിയ പറയട്ടെ നമ്മളെ ഫോണില് സ്പേസ് കഴിഞ്ഞു ഗൈസ്. രണ്ടാമത് സ്പേസ് ആക്കി വന്നതാണ്. അപ്പോ അടുത്ത ചോദ്യം കഴിഞ്ഞോ? ചോദ്യം കഴിഞ്ഞു. എന്തോ പറഞ്ഞോണ്ടിണ്ടായി. ഫ്ലാഷ് ഓൺ ആക്കിയിരിക്കുന്നത് അത് ഫ്ലാഷ് ഓട്ടോമാറ്റിക്കലി ഓൺ ആയതാണ്.
അപ്പം നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നോർമലായിട്ട് നമുക്ക് എന്തെങ്കിലും വരുന്ന ക്വസ്റ്റ്യന് അഭിജിക്ക് റിപ്ലൈ കൊടുക്കാൻ താല്പര്യമുണ്ടോ? നോർമൽ എന്തായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചോദിക്കില്ല. അധികം ആഭിച്ചനെ നെഗറ്റീവ് ആക്കിയിട്ടാണ് എന്റെ കമന്റ് സെക്ഷനിൽ വരാറുള്ള ഗൈസ്. നമുക്ക് കണ്ണില്ലേ അങ്ങനെ. പിന്നെ ഒരു കാര്യം, ഈ ലവ് സ്റ്റോറി സ്കിപ്പ് ചെയ്തോണ്ട് എല്ലാവരും വിചാരിക്കും ഇപ്പൊ അവിഹിതറ്റാണെന്ന്. അതൊന്ന് വൃത്തിയൊക്കെ പറഞ്ഞെടുത്തേക്ക്. ലവ് സ്റ്റോറി പറയാ. ഇപ്പൊ തന്നെ കൊറേ ആയി നോമ്പൊക്കെ നല്ല ക്ഷീണം. ശരി, അടുത്ത എപ്പിസോഡല്ല, നമ്മളെ മാരേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഞങ്ങൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ അല്ലേ? അപ്പൊ ഇൻഷാല്ലാ ബൈ ബൈ. ഇനി ചോദ്യം ഒന്നും ചോദിക്കല്ലേ, ഇങ്ങനെ പറയാൻ മടിയാന്ന്. എത്ര സമയം? അരമണിക്കൂറായില്ല പിന്നെ മുമ്പില്. അറിയില്ല. ഇനി നിങ്ങള് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചോദിക്കൂ ഗൈസ്. അന്ന് ഞാൻ ഉണ്ടാവില്ല, നുജു ഒറ്റക്ക് ഉത്തരം പറഞ്ഞായിരിക്കും. ഞാൻ ഭയങ്കര ബിസിയാണ്. ഓക്കെ ബൈ. ഓക്കെ ബൈ.